നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഒരു വളരെ മനോഹരമായ അല്ലെങ്കിൽ കൈയടിക്കത്തക്കതായ ഒരു പ്രസ്താവന എൻ്റെ കണ്ണിൽപ്പെട്ടു. അതിതായിരുന്നു, അതായത് സ്കൂളിലെ എല്ലാ കുട്ടികളെയും ടൂറ് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ പോണ്ട. പോണ്ട. അതായത് ചില കുട്ടികൾക്ക് കാശില്ലാത്തതുകൊണ്ട് പോകാത്ത കുട്ടികൾ കാണും. അവരെ കൂടി എങ്ങനെയെങ്കിലും പങ്കെടുപ്പിച്ചുകൊണ്ട് നിങ്ങൾ ടൂർ പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ഇത് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അത് പറയുമ്പോഴും എനിക്ക് പറയാനുള്ള കാര്യം മറ്റൊന്നാണ്. ഇതിനു വേണ്ടിയാണ് PM ശ്രീ പദ്ധതി ഉണ്ടാക്കിയിരുന്നത്. ഈ PM ശ്രീ പദ്ധതിയാണ് കേന്ദ്രം കൊടുത്തത് വേണ്ട എന്ന് പറഞ്ഞിട്ടിപ്പം കേരളം മാറ്റിവെച്ചിരിക്കുന്നത്. ഭയങ്കര എതിർപ്പുകളെ സംബന്ധിച്ച് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കുട്ടികൾ ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്ന് ചിന്തിക്കുന്നവർ മാത്രമേ അത് വേണ്ടെന്ന് വെക്കുകയുള്ളൂ. 1 കോടി രൂപയാണ് ഒരു സ്കൂളിന് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ PM ശ്രീ പദ്ധതി കേന്ദ്രീയ വിദ്യാലയത്തിലും നവോദയ വിദ്യാലയത്തിലും ഒക്കെ കിട്ടുന്നുണ്ട്. അത് കിട്ടാൻ തുടങ്ങിയപ്പോൾ ആ സ്കൂളിലുണ്ടായ അഭൂതപൂർവമായ ചേഞ്ചസ്, വ്യത്യാസങ്ങൾ എന്നും നവോദയ സ്കൂളിൽ പോകുന്ന എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എല്ലാ വർഷവും കുട്ടികളെ ഇപ്പോൾ ടൂർ കൊണ്ടുപോകുന്നുണ്ട്, 1 രൂപ പോലും ചിലവില്ലാതെ. കഴിഞ്ഞ വർഷം തൊട്ട് ഈ വർഷവും കഴിഞ്ഞ വർഷവും ഒക്കെ പോയി കുട്ടികളെ ടൂർ, എല്ലാ കുട്ടികളെയും. അതായത് അവർക്ക് 1 രൂപ പോലും അവർക്ക് ചിലവില്ല. അതേപോലെ തന്നെ ആ സ്കൂളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, കുട്ടികൾ ചെയ്യുന്ന പുതിയ പുതിയ ആക്ടിവിറ്റീസ്, ക്ലേ മോഡലുകൾ ഉണ്ടാക്കുക, അവരെ കുറേ തൊഴിലുകൾ അഭ്യസിപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ PM ശ്രീ പദ്ധതിയിലെ കാശ് കിട്ടാൻ തുടങ്ങിയപ്പം അവിടെ നടക്കുന്നുണ്ട്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ പറയുന്നത്. അപ്പം ഈ ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞ ഈ കാര്യം സാധ്യമാക്കണമെങ്കിൽ എന്തുകൊണ്ട് ഈ PM ശ്രീ പദ്ധതി നിങ്ങൾ എതിർക്കുന്നു? എന്തുകൊണ്ടാണ് ഇത് വേണ്ട, കേന്ദ്രത്തിൻ്റെ ഈ പദ്ധതി വേണ്ട എന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കടമെടുക്കാം, കേന്ദ്രത്തിൽ നിന്ന് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചു മേടിക്കാം. അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നത് ആ കാശ് പോലെ തന്നെയല്ലേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഈ കാശ് മേടിച്ചാൽ എന്താണ് കുഴപ്പം? അല്ലെങ്കിൽ നമ്മൾ കേരളം പറയണം, എനിക്ക് നിൻ്റെ കേന്ദ്രത്തിൻ്റെ ഒരു പൈസയുടെ ആവശ്യമില്ല, ഞങ്ങളല്ലാതെ തന്നെ സ്വയം പര്യാപ്തരാണ്, ഞങ്ങൾ സ്വന്തമായിട്ടങ്ങ് ജീവിക്കുക, എനിക്ക് കേന്ദ്രത്തിൽ നിന്ന് കടം വേണ്ട, എനിക്ക് കേന്ദ്രത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പും വേണ്ട, ഇവിടെ ആർക്കും ഒരു ആവശ്യവുമില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഈ PM ശ്രീ പദ്ധതി വന്ന് നമ്മുടെ സ്കൂളുകൾ മെച്ചപ്പെടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം കേരള സർക്കാരിനുണ്ടോ? കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എൻ്റെ പിള്ളേർ 2 പേരും നവോദയ സ്കൂളിൽ പഠിച്ച പിള്ളേരാണ്. ഇളയാളിപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളയാൾ പഠിക്കുന്ന സമയത്താണ് PM ശ്രീ പദ്ധതി അവിടെ വന്നതും പേര് PM ശ്രീ നവോദയ എന്ന് മാറ്റി എഴുതി. അതൊക്കെ നല്ല തങ്ക ലിപികളിലാണ് എഴുതിക്കുന്നത്. നേരത്തെ ഈ നമ്മൾ സാധാരണ കാണുന്ന പോലെയൊക്കെ പെയിൻ്റ് ഒക്കെ അടിച്ചത്, ഇപ്പം നല്ല തങ്ക ലിപികളിലാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. ഓരോ വർഷവും അവർ ടൂർ പോകുന്നു. അവരുടെ ആഹാരത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് അവരുടെ ക്യാമ്പസ് ഒന്ന് ചെന്ന് കാണണം. ഈ നവോദയം ക്യാമ്പസൊക്കെ അവിടെ ഓരോരുത്തർക്കും മാത്സ് പാർക്ക്, കെമിസ്ട്രി പാർക്ക്, ബയോളജി പാർക്ക്, അങ്ങനെയൊക്കെ ഓരോ പാർക്ക്, അവർക്ക് എന്തുമാത്രം വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകൾക്കും കിട്ടേണ്ടതാണ്. ആ കിട്ടേണ്ട സൗകര്യങ്ങളാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞതിലൂടെ ഇല്ലാതാവുന്നത്. ശിവൻകുട്ടി സാർ പറഞ്ഞ എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെ ഈ പറഞ്ഞ ടൂറ് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ അതുകൊണ്ട് ഇല്ലാതാക്കിയത്. അതെന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ഒരു ആനുകൂല്യവും നമുക്ക് വേണ്ട എന്നങ്ങ് പറയണം. അല്ല, ഈ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പദ്ധതി മാത്രം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റെല്ലാ കാര്യങ്ങൾക്കും, അതായത് നമ്മുടെ ഇവിടെ തൊഴിലുറപ്പിന് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വേണം, എല്ലാ കാര്യങ്ങൾക്കും എന്ത് മറുപടി കൊണ്ടാണെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതെന്തുകൊണ്ടാണ് വേണ്ടാന്ന് വെക്കുന്നതെന്ന് അധികാരികളാണ് പറയേണ്ടത്. സത്യം പറഞ്ഞാൽ സ്കൂളുകൾ, ഇതൊക്കെ കിട്ടേണ്ട സ്കൂളുകളും അവിടുത്തെ സ്റ്റാഫും ഒക്കെ കൂടി സത്യം പറഞ്ഞാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. കാരണം അവർക്കൊക്കെ കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് ഇതുകൊണ്ട് ഇല്ലാതാവുന്നത്. ആ സ്കൂളുകളുടെ ഉയർച്ച, മിക്ക സ്കൂളും, ഞങ്ങളുടെ അടുത്തൊക്കെ ഒരു സ്കൂളൊക്കെ എപ്പം താഴെ വീഴുമെന്ന് അറിയത്തില്ല, ആ അവസ്ഥയിലാണ് അതൊക്കെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള എത്രയോ സ്കൂളുകൾ എത്ര രീതിയിൽ അത് നന്നാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് അവർ വേണ്ടെന്ന് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, നിങ്ങൾ അത് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉയരത്തിൽ നിന്ന് ഒരു ചുക്കും ചുണ്ണാമ്പും ഇങ്ങോട്ട് തരണ്ട, ഞങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് ജീവിച്ചോളാം എന്ന് പറയണം. അതല്ലേ വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ.
ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക.